പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി വീണ്ടും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ഉറപ്പ് ദൈവത്താലാ വരുന്നത്. ഉറപ്പ് നൽകുന്നത് ദൈവമാണ്. സ്തോത്രം. വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകൾ ഉറയ്ക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ താണ കുഴിയിലും കുഴഞ്ഞ കയറ്റിലുമായിരുന്നു, വഴുവഴുപ്പിന്റെ അനുഭവത്തിലായിരുന്നു. പക്ഷെ എന്റെ ദൈവം എന്റെ കരങ്ങളെ പിടിച്ച് വഴുവഴുപ്പിൽ നിന്ന് എന്നെ ഇന്ന് ഉറപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ദൈവവിശ്വാസമുള്ള ദൈവവേദനാണോ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം. നമുക്കിന്ന് ഉറപ്പില്ലാത്തതിന്റെ കാരണം എന്താ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല സക്സസ് ആകുമെന്നൊരു വിശ്വാസം വരാത്ത, ചിന്ത വരാത്ത കാര്യം എന്താ? നമ്മൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ അന്ത്യം വരെ പരിപാലിക്കാൻ മതിയായവനാ. ഒരു ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ വിശ്വാസത്തിനകത്ത് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കൂ. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിനകത്ത് ഈ ദൈവം എനിക്ക് മറുപടി നൽകുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ദൈവവിശ്വാസം നമുക്കുണ്ടാകണം. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരു ഉറപ്പ് നൽകും. എന്താ ഉറപ്പ്? അത് മാനുഷികമായ ഉറപ്പല്ല. കരത്തെ പിടിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു. തീച്ചൂളയിൽ കൂടെ പോയാലും വെള്ളത്തിൽ കൂടെ പോയാലും അതൊന്നും നിന്നെ തൊടാതെ വേണം, നിന്നെ നശിപ്പിക്കാതെ വേണം, നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ ഞാൻ ശക്തനെന്നുള്ള ആ ദൈവവചനത്തിന്റെ പ്രമാണത്തെ ഉറയ്ക്കാൻ, ആ വചനത്തിൽ ഉറയ്ക്കണമെങ്കിൽ നമുക്കൊരു ദൈവവിശ്വാസം ഉണ്ടാകണം. കർത്താവിലുള്ള വിശ്വാസമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. വ്യാകുലതകൾ വരുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കുന്ന സ്വഭാവമല്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തെ മറക്കുന്ന സ്വഭാവമല്ല. ഇയ്യോബിനെ പോലെ ഏത് കഷ്ടതയുടെ നടുവിലും അവൻ എന്നെ തകർത്ത് കളഞ്ഞാലും ഞാൻ ഈ ദൈവത്തിനായി കാത്തിരിക്കുമെന്നുള്ള ഒരു ഉറപ്പിന്റെ അനുഭവമാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ വിജയമാക്കിയതെങ്കിൽ ഈ പകൽവേളയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ഉറപ്പുണ്ട്. അതാ ഇവിടെ പറയുന്നത്, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം മനുഷ്യരെ വിശ്വസിക്കുന്നതിനേക്കാൾ, നമ്മളോട് സഹകരിക്കുന്നവരെ വിശ്വസിക്കുന്നതിനേക്കാൾ അധികമായി ദൈവിക വിശ്വാസം നമ്മളിലുണ്ടോ? നമുക്കൊരു ഉറപ്പ് ദൈവം ഇന്ന് തരികയാണ്. ദൈവം തന്ന ഉറപ്പ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുന്ന ദൈവമല്ല, ഞാൻ നിങ്ങളുടെ കണ്ണുനീരിനെ തുടപ്പിക്കുന്ന ദൈവമാ, നിങ്ങളുടെ വേദനകളെ ഞാൻ മാറ്റുന്ന ദൈവമാ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ ഉറപ്പാ. നിങ്ങൾ കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പി എന്നുള്ള ദൈവത്തിന്റെ വാക്കുകൾ നമുക്ക് ഉറപ്പായി തീരണമെങ്കിൽ നമുക്ക് ദൈവത്തിനൊരു വിശ്വാസം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ ദൈവം വചനത്തിൽ കൊടുത്തുന്ന ഉറപ്പുകൾ നമുക്ക് ഒരു ബലമായി തീരും. ആകയാ ദൈവം നമുക്ക് തന്ന ഉറപ്പിനെ പ്രാപിച്ചെടുപ്പാൻ വിശ്വാസത്തോടെ, ദൈവത്തോടെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് ഒരു നല്ല പകൽവേള കഴിച്ചു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങൾ മാറും, നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ ഇല്ലായ്മകൾ മാറും. ദൈവം ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ്, ഞാൻ വിടുവിക്കുന്ന ദൈവമാണ്, ഏത് പ്രതികൂലത്തിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഉറപ്പ് പറഞ്ഞവൻ വിശ്വസിക്കുക. കർത്താവിൽ വിശ്വസിച്ച് ഉറപ്പോടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.